ഗസ്റ്റ് ഹൗസിനുള്ളിലെ താഴത്തെ റൂമിനുള്ളിലേക്കാണ് അജു നേരെ കയറി ചെന്ന് ഉള്ളിലേക്ക് നോക്കിയതും കണ്ടു ബെഡിലായി മയങ്ങി കിടക്കുന്നവളെ, ഗൗരി വിശ്വനാഥൻ. ഒരു നിമിഷം കണ്ണുകൾ ചിമ്മാൻ പോലും മറന്നുകൊണ്ട് അജു അവളെ മിഴിച്ചു നോക്കി. പെട്ടെന്ന് ബോധം വന്ന പോലെ തല ഒന്നുകൂടി കുടഞ്ഞുകൊണ്ട് അവളെ നോക്കി. ആദി, നീ വലിയവനാടാ, വലിയവൻ. മനസ്സുകൊണ്ട് 1000 വട്ടം ആദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കള്ളച്ചിരിയോടെ തന്നെ അവൾ കരികിലേക്കായി ബെഡിലേക്ക് കയറി കിടന്നു. നിന്റെ പേരാണോടി? ഗൗരി വിശ്വനാഥൻ. മയക്കത്തിൽ വിടർന്നു നിൽക്കുന്ന ചുണ്ടുകളിൽ പതിയെ ഒന്ന് തൊട്ടു നോക്കിക്കൊണ്ട് അവനൊന്ന് ചിരിച്ചു. ഒരു നിമിഷം അവൾ ആദ്യമായി കണ്ട നിമിഷം ഓർത്തുപോയവൻ. ഒരു ക്ലയന്റുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞ് ഓഫീസിലേക്ക് പോകുന്ന സമയം 1/2 മണിക്കൂറോളം കാത്തുനിന്നിട്ടും മാറാത്ത ബ്ലോക്ക് കാണി കാറിൽ നിന്ന് ഇറങ്ങി നോക്കിയതാണ് അജു. കുറച്ച് മുന്നോട്ട് നോക്കിയതും അവിടെ നടക്കുന്ന കാഴ്ചയിൽ അവന്റെ കണ്ണൊന്നും മിഴിഞ്ഞു. 4-5 പയ്യന്മാരെ എടുത്തിട്ടടിക്കുന്ന ഒരു പെണ്ണ്, കളരിയും കരാട്ടയും കൂടി ചേർന്നുള്ള അവിടെ പ്രയോഗത്തിൽ എഴുന്നേൽക്കാൻ പോലും ആവാതെ നിലത്ത് വീണ് കിടക്കുന്നവരെ വീണ് ചവിട്ടി കൂട്ടുകയാണവൾ. അതിനാരെങ്കിലും ചെന്ന് പിടിച്ചു മാറ്റി, ഇല്ലെങ്കിൽ ആ പിള്ളേരിപ്പോ ചത്തുപോകും. അരികിൽ നിൽക്കുന്ന ആരോ പറയുമ്പോഴാണ് അജുവിന്റെ പോയ കിളികളെല്ലാം തിരികെ എത്തുന്നത്. അടുത്ത നിമിഷം ഒന്ന് ഷൈൻ ചെയ്താക്കാമെന്ന മുഖത്തോടെ അവളെ പിടിച്ചു മാറ്റാൻ ചെന്നതേ അജുവിന് ഓർമ്മയുള്ളൂ. പിന്നെ ഒരു മുളക്കം മാത്രമായിരുന്നു. ഹല്ലേലൂയാ, സ്തോത്രം. ചെവിയടക്കം കിട്ടിയ അടിയിൽ അവന്റെ ബോധവും പോയി. പിന്നെ കാര്യം മനസ്സിലായതും അവൾ തന്നെയാണ് അവനെ ചുമന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും ബോധം വീഴുന്നവരെ കൂട്ടിയിരുന്നുമില്ല. ചുരുക്കി പറഞ്ഞ ഒരു അടി കിട്ടിയപ്പോൾ മുതൽ തോന്നി തുടങ്ങി നമ്മുടെ അജുവിന്റെ ക്രഷാണ് ഈ കിടക്കുന്നതെന്ന് സാരം. സൂഫി അയച്ചു കൊടുത്ത ഫയൽ നോക്കുന്തോറും ആദിയുടെ മിഴികളൊന്ന് കുറുകി. മീര താഴേക്ക് പോയതും ഫോൺ എടുത്ത് ആ ഫയൽ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് അവൻ. അതേ നിമിഷം തന്നെ സൂഫിയുടെ കോൾ വീണ്ടും അവന്റെ ഫോണിലേക്ക് വന്നു. സർ, പറയൂ. ആ ഫയലിലുള്ള അത്രയും വാസുദേവയ്യരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് സാർ. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്രീദേവി, മക്കൾ 3 പേരുണ്ട്. രുദ്രാൻ വാസുദേവയ്യർ, അയാൻ വാസുദേവയ്യർ, മീര വാസുദേവയ്യർ. ഇവരിപ്പോ ജീവനോടെ ഉണ്ടെന്നോ മൂവർക്ക് എന്ത് സംഭവിച്ചെന്നോ ആർക്കും അറിയില്ല. മേഡം സാറിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഐ തിങ്ക് ഉറപ്പായും ബാക്കി 2 പേര് ജീവനോടെ കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ വാസുദേവയ്യരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ് എ ബ്രില്യൻ പോലീസ് ഓഫീസർ. അദ്ദേഹം അന്വേഷിച്ച കേസുകളെല്ലാം തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ ട്രാക്ക് റെക്കോർഡ്സ് എല്ലാം ക്ലീൻ ആണ്. അയാൾ അവസാനമായിട്ട് ഏറ്റെടുത്ത കേസ് ഏതാണ്? സൂഫി പറഞ്ഞ മുഴുവൻ കേട്ട് കഴിഞ്ഞതിന് ശേഷം ആദിക്ക് അറിയേണ്ടത് അത് മാത്രമായിരുന്നു. ഒരു നിമിഷം സൂഫി നിശബ്ദനായി. സർ, അതൊരു മർഡർ കേസാണ് സർ. ആൻഡ് ഇറ്റ്സ് എ സീരിയൽ കില്ലിംഗ് കേസ്. സെൻഡ് മീ ദി ഡീറ്റെയിൽസ്. സർ, ഡീറ്റെയിൽസ് ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഈവൻ ആ കേസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും ഇപ്പോഴില്ല. എല്ലാം വാനിഷ് ആയിട്ടുണ്ട്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കേസിൽ വാസുദേവയ്യരെ അസിസ്റ്റ് ചെയ്തിരുന്നത് ചന്ദ്രശേഖർ ആയിരുന്നു. ഇറ്റ്സ് സ്ട്രേഞ്ച്. അതെ സർ, കാരണം അന്ന് കൊല്ലപ്പെട്ടതിൽ ഹോം മിനിസ്റ്ററുടെ 17 വയസ്സുള്ള മകൾ കൂടി ഉണ്ടായിരുന്നു. എന്തായിരുന്നു കേസ്? ഐ മീൻ സീരിയൽ കില്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ? പറയാം സാർ. പിന്നീട് സൂഫി പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുന്തോറും ആദ്യം തന്നെ മുഷ്ടി ചുരുട്ടി പിടിച്ചു നിന്നു. അതിനൊപ്പം തന്നെയായിരുന്നു ആയുഷിന്റെ കോൾ ഫോണിലേക്ക് വരുന്നത്. പതിവില്ലാത്തൊരു വിളിയിൽ ഒരു നിമിഷം ആദ്യം അതിലേക്ക് ശ്രദ്ധ കൊടുത്തെങ്കിലും പിന്നെ അതിനെ ഇഗ്നോർ ചെയ്ത് വിട്ടു. തുടർച്ചയായി വീണ്ടും ആയുഷ് വിളിച്ചു സൂഫിയോട് പറഞ്ഞ് കോൾ കട്ടാക്കിയ ശേഷം ആദ്യം ഒരു ഈർഷ്യയോട് ആ കോൾ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ആദി, ഐ വാണ്ട് ടോക്ക് ടു യു. ഫോൺ എടുത്തത് ആദ്യം പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആയുഷ് പറഞ്ഞു. അവന്റെ സംസാരത്തിലെ ഗൗരവം മനസ്സിലായതും ആദ്യം അവനും പാലിച്ചുകൊണ്ട് അവനെ കേൾക്കാനായി നിന്നു. അത് നമ്മുടെ വീട്ടിലുള്ള കുട്ടിയില്ലേ, മീര? അപ്പുവിന്റെ കാര്യമാണ് അവൻ പറയുന്നതെന്ന് മനസ്സിലായതും ആദിയുടെ ശ്രദ്ധ പൂർണ്ണമായും ആയുഷിലേക്കായിരുന്നു. അവൾക്കെന്താ? മീരയുടെ അച്ഛന്റെ കൊലയാളി ഞങ്ങൾക്ക് മുമ്പിൽ സറണ്ടറായി. പക്ഷേ അയാൾക്ക് ഏട്ടനോടെന്തോ പറയാനുണ്ടെന്ന്. ഏട്ടനോട് മാത്രമാണ് സംസാരിക്കാനുള്ളതെന്ന്. പ്ലീസ് ഒന്ന്, ഐ വിൽ ബി ദർ ഇൻ 15 minutes. ആയിഷ അവനോട് റിക്വസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതിന് മുമ്പ് തന്നെ അത്രയും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയിരുന്നു ആദ്യം. ഒരു നിമിഷം അങ്ങനെ സ്റ്റക്കായി നിന്നുപോയി ആയുഷ്. എന്തൊക്കെയോ പൊരുത്തക്കേടുകൾ ഉള്ളതുപോലെ ആദിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ധൃതി ആയുഷിൽ വീണ്ടും സംശയങ്ങൾ നിറച്ചു. ആദി ഡ്രസ്സ് മാറി താഴേക്ക് ഇറങ്ങുമ്പോഴേ കണ്ടു ഹാളിലായിരിക്കുന്ന എല്ലാവരെയും. അമ്മമാരുടെ അരികിലായി നിൽക്കുന്നവളെ കണ്ടതും അവന്റെ ഹൃദയം ആർദ്രമായി. തന്നെ ഇമസിമാതെ നോക്കി നിൽക്കുന്നവളോടായി മിഴികൾ കൊണ്ട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടന്നു ആദി. ഇരുവരുടെയും നോട്ടവും ആദിയുടെ പ്രവൃത്തിയുമെല്ലാം വീക്ഷിച്ചുകൊണ്ടിരുന്ന മാധവന് തന്റെ സംശയങ്ങൾ സത്യമാണെന്ന് ഏറെക്കുറെ ഉറപ്പായി. എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ഫോണിലായി ഒരു നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് അയാൾ റൂമിലേക്ക് നടന്നു. തനിക്ക് മുന്നിലായി നിൽക്കുന്ന ആളെ തീക്ഷ്ണമായി ഉറ്റുനോക്കിയവൻ. ഓർമ്മകളിൽ എങ്ങുമില്ലാത്തൊരു മുഖം, തീർത്തും അപരിചിതനായൊരു വ്യക്തി. ഇങ്ങനെയുള്ള ഒരാൾ തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടതിന് പിന്നിൽ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് ആദിക്കറിയാം. അയാൾക്കറിയാം മീര തനിക്ക് ആരാണെന്ന്, താനോളം തമ്മിലെ റിലേഷൻ എന്താണെന്ന്. സത്യ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ആദിക്ക് നേരെ കൈനീട്ടിയ ആദിത്യവർമ്മ. അറിയാം. ആദിയെ കാണാൻ ഞാൻ ആവശ്യപ്പെട്ടതിന് പിന്നിലുള്ള കാരണം
മീര വാസുദേവയ്യർ, വൈഫ് ഓഫ് ആദിത്യവർമ്മ. തീക്ഷ്ണമായൊരു നോട്ടത്തിന്റെ അകമ്പടിയോടെ വല്ലാത്തൊരു ഉറപ്പോടെ ആദ്യത് പറഞ്ഞു നിർത്തുമ്പോൾ ആയുഷ് ഒരു ഞെട്ടലോടെ അവനെ നോക്കി നിന്നുപോയി. സത്യ അപ്പോഴും ആദിയുടെ മിഴികളിൽ മാത്രം ദൃഷ്ടി ഉറപ്പിച്ച് നിൽക്കുകയാണ്. ആ കണ്ണുകളിൽ നിറയുന്ന വന്യമായ ഭാവം പഠിക്കുന്നത് പോലെ. കേൾക്കാൻ പാടില്ലാത്ത എന്തോ കേട്ടതുപോലെ ആയുഷിന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. ഒട്ടും ഉൾക്കൊള്ളാനാവാത്തതുപോലെ ആദിയെ തന്നെ ഉറ്റുനോക്കി നിന്നവൻ. ആദി പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും കാതുകളിൽ മുഴങ്ങുന്ന പോലെ. ഒരു നിമിഷം കഴിഞ്ഞുപോയി ഇത്രയും ദിവസങ്ങൾ അവനുള്ളിലൂടെ കടന്നുപോയി. ആദിയെ കാണുമ്പോഴുള്ള മീരയുടെ ഓരോ ഭാവവും കണ്ണുകളിലെ തിളക്കവുമെല്ലാം അവൻ ഓർത്തെടുത്തു. തങ്ങളാരെങ്കിലും അടുപ്പം കാണിക്കാൻ ചെന്നാലും ഭയന്ന് പേടിയോടെ നിൽക്കുന്നവർ. അന്നൊരിക്കൽ ആദ്യ അരികിൽ വന്നിരുന്നിട്ട് പോലും അനങ്ങിയില്ല എന്നുള്ളതിൽ നിന്ന് തന്നെ അവർക്കിടയിലുള്ള ബന്ധമായി ഊഹിച്ചെടുത്തു. എന്നാലും ഒരുപാട് ചോദ്യങ്ങൾ അവനുള്ളിൽ നിറഞ്ഞുപോയി. എപ്പോൾ, എങ്ങനെ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ. അതുപോലെ ഹൃദയത്തിൽ എവിടെയോ ഒരു കുഞ്ഞു നോവും. ആദ്യമായി മനസ്സിന്റെ ഒരു കോണിൽ ഇടം നേടിയവളാണ് അവൾ. മറ്റാരുടെയോ ആണെന്ന ചിന്ത, അതും തന്റെ ഏട്ടന്റെ ഭാര്യ തന്നെയാണെന്ന സത്യം അവനിൽ വല്ലാത്തൊരു സങ്കടം നിറച്ചു. ആദ്യം അപ്പോഴും സത്യം തന്നെ ഉറ്റുനോക്കിയിരിക്കുകയാണ്. ആയിഷ അവിടെ നിൽക്കുന്നോ അവന്റെ മനസ്സിൽ നിറയുന്ന ചോദ്യങ്ങളൊന്നും തന്നെ അവനെ ബാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ആദിത്യവർമ്മയ്ക്ക് അപ്പോഴും അറിയേണ്ടത് ഒന്ന് മാത്രമാണ്, മീര, അവളെക്കുറിച്ച് മാത്രം. ഒരുപാട് ഇഷ്ടമാണല്ലേ ആദിക്ക് അപ്പുമോളെ? എന്റെ ജീവനാണ് അവൾ. ചോദ്യം പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ ആദിയുടെ മറുപടിയും വന്നിരുന്നു. സത്യവൻ ഈമച്ചിമ്മ നോക്കിയിരുന്നു പോയി. പ്രണയം, അതിന്റെ തീവ്രത എല്ലാം ആ മിഴികളിൽ നിന്ന് വ്യക്തമാണ്. ആയുഷ് അപ്പോഴും ആദ്യമായി കാണുന്ന ആദിയുടെ ഭാവത്തിലേക്ക് പകപ്പോടെ നോക്കി നിൽപ്പാണ്. ഇന്നോളം കണ്ടിട്ടില്ലാത്ത ആദിയുടെ മുഖം. അവളുടെ പേര് പോലും അവരിൽ പ്രണയം നിറക്കുന്ന പോലെ. എനിക്കുണ്ടായിരുന്നു ആദ്യ ഒരു പ്രണയം. സാധാരണ ഒരു ലോറി ഡ്രൈവറെ പ്രണയിച്ച ഒരു തമ്പുരാട്ടി പെണ്ണ്. കണ്ണു നിറച്ച് ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ സത്യം പറഞ്ഞു തുടങ്ങുമ്പോഴും ആദിയുടെ നോട്ട അയാളിൽ തന്നെയായിരുന്നു. ഇപ്പൊ ആയുഷിന്റെയും. എന്ത് കണ്ടിട്ട് അവൾ എന്നെ പ്രണയിച്ചതെന്നൊന്നും അറിയില്ല. നാട്ടിലെ കൊള്ളാവുന്ന ആമ്പിള്ളേരെല്ലാവരും അവൾക്ക് പുറകെ നടന്നപ്പോ അവളുടെ കണ്ണിലും മനസ്സിലും പതിഞ്ഞത് ഈ വരത്തനാവും. അവളുടെ ഇല്ലത്ത് ആരും സമ്മതിക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഒരിക്കൽ ലോഡുമായി ആ നാട്ടിലെത്തി എനിക്കൊപ്പം പോകുന്ന പെണ്ണ്. ആരുമില്ലാത്ത എനിക്ക് അവളായിരുന്നു ഭാര്യയും അമ്മയും മോളുമൊക്കെ. അപ്പുമോളെ പോലെ അല്ല കേട്ടോ അവള്. കുറുമ്പിയ, വാശിക്കാരി. പിന്നെ ആദ്യം അറിയേണ്ടത് വാസുദേവ് സാറിനെ കുറിച്ചാവുമല്ലോ. സാറിന് എനിക്ക് പരിചയമുണ്ട്. പരിചയം എന്ന് പറഞ്ഞാൽ പോരാ, എന്റെ ദൈവ. ഗായത്രിയും കൂട്ടി നാടുവിട്ട നേരെ ചെന്ന് ചാടിയത് സാറിന്റെ മുമ്പില. ഞങ്ങളുടെ വിവാഹം നടത്തി തന്നതും താമസിക്കാനുള്ള സ്ഥലം ഏർപ്പാടാക്കി തന്നതും എനിക്കൊരു ജോലി ശരിയാക്കി തന്നതൊക്കെ അദ്ദേഹം. ഞങ്ങളുടെ മൂത്ത ജ്യേഷ്ഠന്റെ സ്ഥാനമാണ് അന്നും ഇന്നും മനസ്സിൽ. സത്യയുടെ കണ്ണിൽ സ്നേഹവും ബഹുമാനവും ഒരുപോലെ നിറഞ്ഞു.